BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ അവതരിപ്പിച്ചു. നടപടികൾ വീഴ്ചയെന്ന് ആരോപിച്ച പ്രതിപക്ഷവും മുഖ്യമന്ത്രിയും തമ്മിൽ വാക്പോരുണ്ടായി. ധനവകുപ്പിനെ മാറ്റി നിർത്തി തയ്യാറാക്കിയ ധവളപത്രം രാഷ്ട്രീയ രേഖയെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. ധവളപത്രം വെച്ചത് നല്ല കാര്യം, എല്ലാ കാര്യവും പുറത്തു വരുമല്ലോ എന്ന് KN ബാലഗോപാലൻ പറഞ്ഞു. 2015 ധവളപത്രം തയ്യാറാക്കിയത് ധനവകുപ്പായിരുന്നു. പുറത്തുള്ള വിദഗ്ധരെ ഉപയോഗിച്ച് ധവളപത്രം തയ്യാറാക്കിയത് ഔദ്യോഗിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തില്ലെന്ന സത്യപ്രതിജ്ഞയുടെ ലംഘനമാണ്. ഓഡിറ്റ് ചെയ്യാനുള്ള അവകാശം CNAGക്കാണ്. പ്രൈവറ്റ് കക്ഷികളെ കൊണ്ട് ധവളപത്രം തയ്യാറാക്കാൻ സാധിക്കില്ല. ധനകാര്യ വകുപ്പാണ് ധവളപത്രം തയ്യാറാക്കേണ്ടത്. ഔദ്യോഗിക രേഖകളും വിവരം കൊടുക്കില്ല എന്ന സത്യപ്രതിജ്ഞയുടെ ലംഘനം നടന്നു. സ്വകാര്യ ഏജൻസികൾക്കാണ് ധവളപത്രം തയ്യാറാക്കാനുള്ള അവകാശം നൽകിയത്. നാളെ ആർക്കും ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് തയ്യാറാക്കാമെന്ന സ്ഥിതിയാകും. ധവളപത്രം രാഷ്ട്രീയ ഉപയോഗത്തിനല്ല, KN ബാലഗോപാലൻ പറഞ്ഞു. ധവളപത്രം പുറത്തുവച്ചത് സ്പീക്കറുടെ അനുവാദത്തോടെ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. 5 വർഷത്തെ നടപടിക്രമം അറിയാമെന്നും പറഞ്ഞു. എനിക്ക് 25 വർഷത്തെ നടപടിക്രമം അറിയാം. ബാലഗോപാലൻ പറഞ്ഞത് അടിസ്ഥാനരഹിതമാണ്. ഒരു രഹസ്യരേഖ പോലും പുറത്തേക്ക് പോയിട്ടില്ല. മന്ത്രിസഭയുടെ അനുമതിയോട് കൂടിയാണ് ധവളപത്രം തയ്യാറാക്കിയിട്ടുള്ളത്. കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയിലെ സ്ഥിതി എന്തെന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയണം. ഒരു രഹസ്യരേഖയും ഇതിനകത്തില്ല. പബ്ലിക് ഡൊമൈൻസിൽ ലഭ്യമാകുന്ന വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയത്. ഏറ്റവും പരിണതപ്രജ്ഞരായ 3 ഉദ്യോഗസ്ഥരെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയത്. ധനകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോ രംഗത്തെയും വിദഗ്ധരായ ആളുകളുടെ സേവനം ഉറപ്പാക്കി അവരുടെ സേവനം തേടി ഓരോ കാര്യങ്ങളും ചെയ്യാനാണ് ഈ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മുൻപ് വെച്ചിട്ടുള്ള പല ധവളപത്രങ്ങളും രാഷ്ട്രീയ രേഖകളാണ്. ഇത് രാഷ്ട്രീയ രേഖയല്ല, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം സംബന്ധിച്ച സ്റ്റേറ്റ്മെന്റാണ്. ഈ സർക്കാർ ഇനിയുള്ള എല്ലാ കാര്യത്തിനും വിദഗ്ധ ഉപദേശം തേടി തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. ചട്ടവും നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി വീണെടുത്ത് കിടന്ന ഉരുളുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ഇത് ശരിയായ ധവളപത്രമല്ല. ധനകാര്യ വകുപ്പിനെ ഇരുട്ടിൽ നിർത്താൻ പാടില്ല. ധനകാര്യ വകുപ്പാണ് ഇത് തയ്യാറാക്കേണ്ടത്. ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ധനകാര്യ വകുപ്പല്ല. ധനകാര്യ വകുപ്പ് നേരത്തെ തയ്യാറാക്കിയ അത്തരം ഡോക്യുമെന്റുകൾ പൊളിറ്റിക്കൽ രേഖകളാണെന്നുള്ളത് വിചിത്രവാദം. ഉപദേശം തരുന്നവരെ പറ്റി വ്യത്യസ്ത അഭിപ്രായമില്ല. ധവളപത്രം തയ്യാറാക്കേണ്ടത് ധനകാര്യ വകുപ്പാണ്. അതിന്റെ വ്യതിയാനമാണ് വന്നിരിക്കുന്നത്. ഇത് കൃത്യമായ പൊളിറ്റിക്കൽ രേഖ എന്നും പിണറായി വിജയൻ പിന്നാലെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോര് തന്നെയുണ്ടായി. പ്രതിപക്ഷ നേതാവ് നടത്തിയതാണ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. ഏത് നടപടിക്രമവും ചട്ടവും ആണ് തെറ്റിച്ചതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. രേഖ കയ്യിൽ കിട്ടുന്നതിന് മുൻപേ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. കാണുന്നതിന് മുൻപേ പ്രസ്താവന നടത്തിയത് ഉചിതമായില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. താൻ പറഞ്ഞത് മുഖ്യമന്ത്രിക്കുള്ള മറുപടിയെന്ന് പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞു. അതേസമയം സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിലെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. 48,733 കോടിയുടെ കുടിശ്ശിക ബാധ്യതകൾ പുതിയ സർക്കാർ ഏറ്റെടുത്തു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കായി ചെലവാക്കുന്നു. വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണെന്നും ധവളപത്രം വ്യക്തമാക്കുന്നുണ്ട്. കിഫ്ബിക്ക് 21,000 കോടിയുടെ വായ്പാ ബാധ്യതയുണ്ടെന്നും ധവളപത്രം വ്യക്തമാക്കുന്നു. അതേസമയം സർക്കാരിന്റെ ധവളപത്രത്തിലെ വാദങ്ങൾ ഖണ്ഡിച്ച് ബദൽ ധവളപത്രം ഇറക്കാൻ LDFന്റെ തീരുമാനം. ഓരോ ഗണ്ണികയ്ക്കും ബദൽ വാദങ്ങൾ അവതരിപ്പിക്കാനാണ് ധാരണ. സാമ്പത്തിക സ്ഥിതി മോശമാക്കിയെന്ന പ്രചാരണത്തിന് തടയിടാനാണ് ബദൽ നീക്കം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.